ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശീതകാല പച്ചക്കറി കൃഷികളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോകൾ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്, എന്തൊക്കെ വളങ്ങളാണ് ഞാൻ പ്രയോഗിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ഇതാണ് എൻ്റെ പയറിൽ ഉണ്ടായിരിക്കിടക്കുന്ന 20 മണി പയറാണ് ഇതിൻ്റേത്. ഇത് ഏകദേശം 20 to 25 ദിവസം ആയപ്പോഴുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇതിനകത്ത് വിവിധ തരം പച്ചക്കറികൾ നമ്മൾ നട്ടിട്ടുണ്ട്. അതായത് പയറുണ്ട്, എള്ളുണ്ട്, ചീര തന്നെ 3 ഇനം, അതായത് സുന്ദരി ചീരയുണ്ട്, ചുമപ്പുണ്ട്, പച്ചയുണ്ട്, അതുപോലെ തക്കാളിയുണ്ട്, ബ്രോക്കോളിയുണ്ട്, ചൈനീസ് ക്യാബേജ് ഉണ്ട്, നമ്മുടെ നാടൻ ക്യാബേജ് ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്. അങ്ങനെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള പച്ചക്കറികൾ, ബ്രോക്കോളി, കോളിഫ്ലവർ, വെണ്ട തന്നെ ആയാലും വിവിധ ഇനം, അതുപോലെ ബീൻസ്, പാവൽ, പടവലം, അതുപോലെ തക്കാളി, എല്ലാ വിധത്തിലുള്ള ക്യാരറ്റ്, അതായത് ബീട്രൂട്ട്, ഇങ്ങനെ നമുക്ക് നടാൻ പറ്റുന്നതായ എല്ലാ പച്ചക്കറികളെയും നമ്മൾ സ്വന്തം നമ്മുടെ തന്നെ പറമ്പിൽ നട്ടുണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാം പൂർണ്ണമായും വിളവ് ലഭിക്കുന്ന വിധത്തിലായില്ല എങ്കിലും ഏകദേശം നമുക്ക് ചീരയൊക്കെ നമുക്ക് വിളവെടുക്കാൻ പാകമായി. അതുപോലെ തന്നെ പയർ ആയാലും ഏകദേശം കുറച്ച് പയറുകളൊക്കെ നമുക്ക് കിട്ടാൻ പാകത്തിന് കായകളായി. അതുപോലെ തന്നെ വെണ്ടയ്ക്ക, പാവയ്ക്ക, അങ്ങനെയുള്ള വിവിധങ്ങളായ പച്ചക്കറികൾ നമുക്ക് ഇപ്പോൾ നമുക്കിടേതായ ആവശ്യത്തിന് നമുക്ക് ലഭിക്കാൻ പാകത്തിനായി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മളെല്ലാവരും കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്കറിയാം ഏകദേശം എത്ര ദിവസങ്ങൾ വേണം നമുക്കിതൊക്കെ വിളവെടുക്കാനെന്നും എന്തൊക്കെ വേണം നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യാനെന്നും ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഞാൻ വളരെ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒത്തിരി വളപ്രയോഗങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. കുറച്ച് കാലഘട്ടങ്ങളിൽ ഞാൻ ചാണാനും ഗോമൂത്രവും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ഒക്കെ കൂടി പുളിപ്പിച്ച് ഒഴിക്കുക പതിവാണ്. അതുപോലെ തന്നെ ആദ്യം മണ്ണ് ഇളക്കുമ്പോഴായാലും ജൈവമായിട്ടുള്ള ജീവാണു മിശ്രിതങ്ങളും അതുപോലെ ചാണകപ്പൊടിയും ഇങ്ങനെയുള്ള ഇതെല്ലാം ചേർത്താണ് ഞാൻ മണ്ണ് ആദ്യം ഒന്ന് ഒരുക്കുന്നത്. അതിനുശേഷം ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ചെയ്യും. പിന്നീട് ചെയ്യുമ്പോൾ ഗോമൂത്രവും അതുപോലെ തന്നെ ചാണകവും വീട്ടിൽ വരുന്ന നമ്മുടെ ചായമട്ട്, അതുപോലെ മുട്ടത്തൊണ്ട്, പഴത്തൊലി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മിക്സിയിലൊന്ന് അടിച്ച് ജ്യൂസ് പരുവാക്കി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് പുളിപ്പിച്ച് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളവും ഉപയോഗിച്ച് പുളിപ്പിച്ചാണ് ഞാൻ പിന്നീട് ഒഴിക്കുന്നത്. ഇതാണ് പിന്നെ ഞാൻ പതിവായി തന്നെ ചെയ്യാറ്. പിന്നെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പറമ്പിലുള്ള ചീമക്കൊന്നയുടെ ഇലയും അങ്ങനെയുള്ള കുറച്ച് ഇലകൾ, അതുപോലെ തന്നെ പയറിൻ്റെയൊക്കെ ആയാലും ഇലകൾ നമുക്ക് പറിച്ച് കളയേണ്ടതായ ഇലകളൊക്കെ കുറേയൊക്കെ പറിക്കുമ്പം അതൊക്കെ ആ കൂടെ തന്നെ ഇട്ട് ഈ പുളിക്കുന്ന കൂട്ടത്തിലിടും. അപ്പോൾ അതും അതിലേക്ക് അലിഞ്ഞു ചേരും. അപ്പോൾ ഇങ്ങനെയുള്ള വളപ്രയോഗങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം തക്കാളി പ്രത്യേകിച്ച് വാടൽ രോഗമോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ സുഡോമോണസ് ലൈനി ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ആഴ്ചയിൽ 2 ദിവസം നിർബന്ധമായിട്ട് ഞാൻ വളപ്രയോഗങ്ങൾ ചെയ്യും. അതായത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് കൂടുതലും ഞാൻ ചെയ്യാറ്. അപ്പം ആ 2 ദിവസവും അത് ചെയ്യും. അതുപോലെ തന്നെ ദിവസത്തിൽ 1 തവണ നന്നായി നനച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നീട് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന സമ്മിശ്ര കൃഷിയെന്ന് നമുക്ക് പറയാം. കപ്പയുണ്ട്, വാഴയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പപ്പായ, അങ്ങനെയുള്ള എല്ലാ നമ്മളെക്കൊണ്ട് നടാൻ പറ്റുന്ന, നമ്മുടെ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ നടാൻ പറ്റുന്നതായ എല്ലാ സാധനങ്ങളും നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ കൂർക്ക, അതും നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ വെള്ളിരി, അങ്ങനെയുള്ള നമുക്ക് ഈ വേനൽക്കാലത്ത് നമുക്ക് പ്രയോജനകരമായ സാധനങ്ങൾ, നമ്മുടെ വിഷമില്ലാത്ത വിഷവിമുക്തമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ ഉൾപ്പെടുത്താൻ വേണ്ടി. ഇതിപ്പം ഞാൻ ഒരു ദിവസം ഒന്ന് വിളവെടുത്തതിൻ്റെ ചെറിയൊരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അന്നത്തേക്ക് ആവശ്യമുള്ളത് നമ്മൾ പറിക്കുന്നതാണ്. പിന്നെ തക്കാളിയൊക്കെ എല്ലാം നമ്മുടേതായ ആവശ്യങ്ങൾക്ക് കിട്ടാനൊന്നും ആയില്ല, പൂവായതേ ഉള്ളൂ, കായൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നീട് വെള്ളിരിയൊക്കെ ആണെങ്കിൽ കായ്ച്ചു. അതുപോലെ നമുക്കറിയാം ഇതൊക്കെ എത്ര ദിവസം കൊണ്ടാണ് വിളവെടുക്കുന്നത് എന്നൊക്കെ. ചൈനീസ് ക്യാബേജാണ് ഇതിനകത്ത് പുതിയൊരു അതിഥി എന്ന് പറയാം. കാരണം ഞാൻ ഇന്ന് വരെ നട്ടിട്ടില്ല, ഇതാദ്യമായിട്ടാണ് ഇത്തവണ ഇത് നടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ സാധാരണ ക്യാബേജ് പോലെ തന്നെ, പക്ഷേ എൻ്റെ ലീഫ്സിന് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു ലീഫി വെജിറ്റബിൾ ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി ഞാൻ വാങ്ങിയതാണ്.
പിന്നീടുള്ളത് അതുപോലെ തന്നെ നമ്മൾ തെങ്ങ് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്ഥലം നമ്മളൊന്ന് ഒരുക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല ഒരു ഇതാണ് നമ്മൾ എള്ള് നടുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഒരു കുറച്ച് എള്ള് നടാമെന്ന് വിചാരിച്ച് ഞാൻ എള്ള് കൃഷിയും അതിനകത്ത് ഉൾപ്പെടുത്തിയത്. പിന്നെ ബീൻസൊക്കെ ആയാലും നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ രീതിക്ക് നമുക്ക് ഒരു 2 ദിവസം കൂടുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് എൻ്റെ എള്ളൊക്കെ ആണെങ്കിലും പൂത്തിട്ടുണ്ട്, കായലേക്കായി. അപ്പോൾ ഒരു 45 ഒക്കെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മൂപ്പെത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനിതിനകത്ത് പൂക്കൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്നും നനച്ചു കൊടുക്കുന്ന സ്ഥലവുമാണ്. പൂക്കളിൽ ഈച്ചകളെയൊക്കെ ആകർഷിക്കാനും നല്ലതാണല്ലോ എന്ന് കരുതി ഞാൻ കുറച്ച് സൂര്യകാന്തി നട്ടിരുന്നു. 5-6 പൂക്കൾ ഇപ്പോൾ നിലവിൽ വിടർന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത്. അതിലേക്ക് തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ പറന്നു വരുന്നതും ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ക്യാബേജൊക്കെ ആണെങ്കിലും മുട്ടയായി തുടങ്ങി, ഉരുണ്ടു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പതുക്കെ ഒന്ന് കെട്ടി വെച്ചതാണ്. അത് ഒരു പരിധിവരെ അതിന് ദോഷവും ചെയ്തു എനിക്ക് കുറച്ച്. അതുകൊണ്ട് ക്യാബേജുകൾ കേടുവരാനും, കാരണം ഇത് പൊതുവായി ഞാൻ ഗ്രോ ബാഗിലൊന്നും അല്ലല്ലോ വെച്ചിരിക്കുന്നത്, നിലത്ത് തന്നെ ആയതുകൊണ്ട് കീടങ്ങളുടെ ആക്രമണം കൂടുതലുണ്ട്. പിന്നെ ഇപ്പോൾ കണ്ടത് കടുകാണ്. അതും ഞാൻ വെറുതെ ഒന്നും പാകി നോക്കിയെന്നേ ഉള്ളൂ. അത് കിട്ടിയ സ്ഥലത്ത് അങ്ങ് ചെയ്തു എന്ന് മാത്രം. പിന്നെ മുളകാണേലും കൊമ്പൻ മുളകും ചെയ്തിട്ടുണ്ട്, മാലി മുളക്, അങ്ങനെ മുളകുകൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ വെണ്ട, നമ്മുടെയൊക്കെ വീടുകളിലും അല്ലെ കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന അതേ രൂപത്തിലുള്ളത്. ഇത് നമ്മുടെ ചൈനീസ് ക്യാബേജ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അതിൻ്റെ ഷേപ്പൊക്കെ കണ്ടപ്പോൾ. പിന്നീട് ഇനി വരുന്നത് കൂർക്കയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ആണ് നമ്മൾ ചീനി നട്ടിരിക്കുന്നത്. പിന്നെ പയർ തന്നെ പലതരമുണ്ട്. കഞ്ഞിക്കുഴിപ്പയർ, മീറ്റർ പയർ, അതുപോലെ തന്നെ ചെറിയ തടപ്പയർ പോലെ നമുക്ക് കുറ്റിച്ച് നിന്ന് കായ്ക്കുന്ന ചെറിയ ഇനം പയറുകൾ, അങ്ങനെ. പിന്നെ ചുമന്ന ഒരു തരം പയറുണ്ട്, അത്, അങ്ങനെ പലതരം പയറുകൾ. ഇതെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, അതായത് പ്രത്യേകിച്ച് തൊടുപുഴക്കാർക്കാണെങ്കിൽ കാർഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാം. അവിടെ നിന്നാണ് ഞാൻ കൂടുതലും വിത്തുകൾ കളക്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ചൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ബന്ധുക്കളിൽ നിന്നോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തതാണ്. അങ്ങനെ ഇപ്പം അത്യാവശ്യം നമ്മുടെ ബീൻസും പയറും ഒക്കെ കായ്ച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ വഴുതനങ്ങ എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല, എങ്കിലും വെറുതെ ഒന്ന് നട്ടു നോക്കിയതാ. അപ്പം അതും അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചുമന്ന വെണ്ട, ഇതും പൂവിലേക്ക് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതെനിക്ക് കിട്ടാണ്ടിരുന്നിട്ട് ഞാൻ ഒത്തിരി അന്വേഷിച്ച ശേഷം എനിക്ക് കിട്ടിയതാണ് ഈ വിത്ത്. അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയെന്നേ ഉള്ളൂ. ഇതാണ് കാളക്കൊമ്പൻ വെണ്ട തന്നെ ഇനത്തിൽപ്പെട്ടതാണ്. ഇതും നമുക്ക് അത്യാവശ്യം ഒരു 3-4 ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ഒരു ദിവസം കറി വയ്ക്കാനുള്ള വെണ്ടയ്ക്ക നമുക്ക് കിട്ടും. അതുപോലെ വലിപ്പമുള്ള വെണ്ടയ്ക്ക ഇനത്തിൽപ്പെട്ടതാണിത്. ഇനി നമ്മൾ കാണുന്നത് എൻ്റെ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നതാണ്. അതും നമുക്കൊന്ന് ആസ്വദിക്കാം അല്ലേ.
ഇതാണ് നമ്മുടെ ചീനി പൂത്ത് കാഴ്ച നിൽക്കുന്നത്. ഞാനിത് എല്ലാവരും പറയുന്ന പോലെ കട്ടിങ്ങൊന്നും ചെയ്തൊന്നും ഇല്ല കേട്ടോ. ഒന്നും ചെയ്യാതെ തന്നെ നോർമലായിട്ട് ഒരു ആവറേജ് വലിപ്പത്തിൽ തന്നെ അത് കായ്ക്കുകയുണ്ടായി. ഇതാണ് നമ്മുടെ വെള്ളരി കാഴ്ച കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.